മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ബംഗ്ലാദേശിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. മോഷണം ആരോപിച്ച് ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നു. ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ഇത് രണ്ടാമത്തെ യുവാവാണ് ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുന്നത്. അതേസമയം BNP നേതാവ് താരിഖ് റഹ്മാൻ അമ്മ ഖലേദ സിയെ കണ്ടു. 17 വർഷത്തിനു ശേഷം നാട്ടിലെത്തിയ നേതാവിന് വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണ റാലികളിലും പങ്കെടുക്കും. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ആക്രമണങ്ങൾക്ക് ഒരു ഒടുക്കവുമില്ലാതെ തുടരുന്നു. ഒരാൾ കൂടി ആൾക്കൂട്ട കൊലപാതകത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നു, ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഒരയവുമില്ലാതെ ബംഗ്ലാദേശിൽ പ്രതിഷേധം കടുക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ഹിന്ദു യുവാവ് 24 വയസ്സുള്ള ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിനെതിരെ, അവിടുത്തെ ഇടക്കാല സർക്കാരിനെതിരെ ഇന്ത്യയിലടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അമൃത് മൊണ്ടാൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ കൂടി ഇവിടെ ആൾക്കൂട്ടം വളരെ ഹീനമായ രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളുടെ പേരിൽ കൊള്ളയടി, മോഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവിടെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഇയാളെ മറ്റ് നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്ന സമയം തന്നെ ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു. നേരത്തെ ദിബു ചന്ദ്രദാസിൻ്റെ അയാളെ തീവെച്ച് കൊല്ലുകയായിരുന്നു. ആ ഒരു സംഭവത്തിന് പിന്നാലെ തന്നെ അവിടുത്തെ ഇടക്കാല സർക്കാർ ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ലെന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒന്നും ചെയ്യരുതെന്നുമുള്ള ആഹ്വാനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴും പ്രതിഷേധത്തിൽ ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഇൻകുലാബ് മോർച്ച നേതാവ് അയാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള ആക്രോശങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു അറുതി വരും എന്നായിരുന്നു ഇടക്കാല സർക്കാർ പറഞ്ഞിരുന്നതെങ്കിലും പക്ഷേ അതിന് ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നേരത്തെ ഡൽഹിയിലെ ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷണറേറ്റിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. എന്നാൽ അതിനൊന്നും ഫലം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോഴും അവിടെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വിവരം. മാത്രമല്ല അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇടക്കാല സർക്കാരിൻ്റെ ഭരണം അവിടെ ഈ ഫെബ്രുവരി 12 തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി അവസാനിക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, ബംഗ്ലാദേശിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന പുറത്തു വരുന്നു. അതായത് BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള താരിഖ് റഹ്മാൻ, 17 വർഷം മുമ്പ് നാട് വിട്ടുപോയ താരിഖ് റഹ്മാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയിരുന്നു. ഈ താരിഖ് റഹ്മാൻ അവിടുത്തെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതകൾ ആണ് കാണുന്നത്. ഈ ഫെബ്രുവരി 12 അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, BNP മത്സരിക്കും, അവിടെ അധികാരത്തിലെത്തുമെന്നുള്ള വിലയിരുത്തലുകളാണ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ അവിടെ വീഴാൻ പോകുന്നു, പകരം BNP എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ അപ്പോഴും ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവാമി ലീഗിന് അവിടെ മത്സരിക്കാൻ കഴിയില്ല. പകരം അവാമി ലീഗിന് പകരമാണ് അവിടെ BNP അധികാരത്തിലെത്തുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവാമി ലീഗ് അധികാരത്തിലെത്തിയ സമയത്ത് ഈ താരിഖ് റഹ്മാനെയും അമ്മ ഖലീദ സിയെയും എല്ലാം അവിടെ തടവിലാക്കിയിരുന്നു. 2008 തടവിൽ നിന്ന് മോചിതനായ താരിഖ് റഹ്മാൻ പിന്നീട് ലണ്ടനിലേക്ക് നാടുവിടുകയായിരുന്നു കുടുംബത്തോടൊപ്പം. അതിനുശേഷം 17 വർഷത്തിന് ശേഷം അവാമി ലീഗ് അവിടെ വിലക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയായിരുന്ന അവർ ഇപ്പോൾ ഇന്ത്യയിൽ തുടരുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ താരിഖ് റഹ്മാൻ നാട്ടിലെത്തുന്നത്. മാത്രമല്ല ഒസ്മാൻ ഹാദിയുടെ ശവകുടീരത്തിൽ പോയി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഖലീദ സിയെ നേരിട്ട് പോയി കണ്ടു. മാത്രമല്ല ഇനിയിപ്പോൾ ഇന്ന് മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ താരിഖ് റഹ്മാൻ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ബംഗ്ലാദേശിൽ വരാൻ പോകുന്നു. അപ്പോൾ BNPയുടെ ഇന്ത്യയോടുള്ള സമീപനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അവർ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിന് ഇന്ത്യയുമായി വലിയ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. അവിടുത്തെ സാമ്പത്തികകാര്യ ഉപദേഷ്ടാവ് സലേഹുദ്ദീൻ അഹമ്മദ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുമായി ഒരു പ്രശ്നവുമായി മുന്നോട്ട് പോകാൻ മുഹമ്മദ് യൂനിസ് സർക്കാരിന് താല്പര്യമില്ല. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ, നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചന പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ
ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും പ്രചരണങ്ങളും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന ആളുകൾ, അവിടുത്തെ ഇൻക്വിലാബ് മോർച്ച അടക്കമുള്ള സംഘടനകൾ എടുക്കുന്നു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ മോശമാവുന്ന ഒരു സൂചനകൾ കൂടിയാണ് വരുന്നത്. അഗർത്തലയിലേക്കുള്ള വിസയടക്കം, ത്രിപുരയിലെ അഗർത്തലയിലേക്കുള്ള വിസയടക്കം, ഡൽഹിയിലേക്കുള്ള വിസയടക്കം അവിടെ വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള. മാത്രമല്ല രണ്ട് രാജ്യങ്ങളിലെ എൻവോയികളെ പരസ്പരം അവർ അങ്ങോട്ടും സമ്മൺ ചെയ്ത് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരായുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അത്തരത്തിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം ഉലയുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് വേണം പറയാൻ. മാത്രമല്ല ഈ ഫെബ്രുവരി 12-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അവിടുത്തെ വിധി എന്താകും എന്നുള്ളതനുസരിച്ചാണ് ഇനി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം, നയതന്ത്ര ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ വരുന്നത്. പക്ഷേ ഇപ്പോഴും ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും, പ്രധാനമായും അതിർത്തി കൊൽക്കത്ത, മധ്യപ്രദേശ്, മുംബൈ, അതുപോലെ ഡൽഹി തുടങ്ങി അഗർത്തല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ മുജീബുർ റഹ്മാൻ അടക്കമുള്ള മുഹമ്മദ് യൂനിസ് അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന സർക്കാർ അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു, ഹിന്ദുക്കളെ പ്രത്യേകിച്ച് വേട്ടയാടി കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദങ്ങൾ ഇന്ത്യയിലടക്കം പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള ലോക സംഘടനകളും ലോകരാജ്യങ്ങളും ഇപ്പോൾ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ആളുകളെ കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഇന്നലെ സാധാരണക്കാരനായ ഒരാൾ ഒരു ഫ്ലൈ ഓവറിന് താഴെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ചില ഫ്രിഞ്ച് എലമെന്റുകൾ, ചില ആളുകൾ അവിടുത്തെ ബോംബ് വലിച്ചെറിഞ്ഞ് അയാളെ കൊല്ലുന്നത്. അങ്ങനെ വലിയ രീതിയിൽ അക്രമങ്ങളും കലാപങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം. അവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ ഈ താരിഖ് റഹ്മാന്റെ കടന്നുവരവ്, തിരിച്ചുവരവ്, അത് എത്രത്തോളം ആ പ്രക്ഷോഭത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്? അതുപോലെ തന്നെ ഈ BNP ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായിട്ടും അനുസരിച്ച് ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല ബംഗ്ലാദേശിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അവാമി ലീഗിലെ ആളുകളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തി വരുന്നുണ്ട്. ഇപ്പോഴത്തെ സർക്കാർ പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടെ, സഹകരണത്തോടെ പ്രവർത്തിച്ചു വരികയാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എന്നുള്ളതാണ് രാജ്യത്തെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളുടെയും പ്രചരണമെന്ന് പറയുന്നത്. അവർ അതിനനുസരിച്ച് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുകയാണ്. ചില ആളുകൾക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ മാത്രം ഒരു രാജ്യത്തിന്റെ ഭരണകൂടം പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ആരോപണം ആ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവാമി ലീഗിന്റെ ആളുകളടക്കം അവിടെ ഒരുപക്ഷെ BNPയും അവാമി ലീഗും തമ്മിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ അവാമി ലീഗ് അടക്കം ഒരുപക്ഷെ BNPയെ പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ വൈര്യം വലുതാണെങ്കിലും ഖലീദാസിയെയും താരിഖ് റഹ്മാനെയും ജയിലിൽ അടച്ചതാണ് അവാമി ലീഗും അവരുടെ നേതാക്കളുമെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവാമി ലീഗ് BNPയെ പിന്തുണയ്ക്കാനും BNP നേതാവിനെ അധികാരത്തിലെത്തിക്കാനുമുള്ള രീതിയിൽ വോട്ട് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിലേക്ക് BNP എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല BNPക്ക് ഒരു പിന്തുണ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഭീകര സംഘടനകൾ നയിക്കുന്ന ഒരു സർക്കാർ ബംഗ്ലാദേശിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വരുന്ന ഭാവിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അവിടുത്തെ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളെല്ലാം ഒരുപക്ഷെ ഒഴിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അവാമി ലീഗിന്റെ പ്രവർത്തകരും ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും അവർ നേതൃത്വം നൽകുന്ന ആളുകളും തമ്മിലുള്ള കലാപം, അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൃത്യമായ രീതിയിൽ നടപ്പിലാവണമെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ അധികാരത്തിലെത്തണം എന്നുള്ളതാണ് ഏറ്റവും തുടരുകയാണ്. ഒരാൾ കൂടി ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.